ഇങ്ങനെ കണ്ടം തടിക്ക് മുണ്ടം തടിയായിട്ട് നടന്നാൽ അവള് സത്യം പറയുന്നത് എനിക്ക് പിന്നെ എന്തോന്ന് ചെയ്യണമെന്ന്? സത്യം പറ മോളെ എന്ന് പറഞ്ഞ അവളുടെ കാല് പിടിക്കണോ? പിടിക്കേണ്ടത് കാലിലല്ല, ആദ്യം ഇഷ്ടം കൂടി അവൾ അടുപ്പിച്ചെടുക്കണം. പിന്നെ മെല്ലെ മെല്ലെ നെഞ്ചിനുള്ളിൽ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നെഞ്ചിനുള്ളിൽ കയറി പറ്റണോന്നാ പറഞ്ഞത്. നെഞ്ചിനുള്ളിലോ? അതെന്തിനാ? എന്നാലേ അവളുടെ ഉള്ളിലുള്ള സത്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഷ്ടം കൂടാൻ വേറെ ആളെ തപ്പണം. ഇഷ്ടം കൂടണമെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെന്നല്ല, പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണമെന്ന്. എന്നിട്ട് നല്ല പ്രേമമാണെന്ന് തോന്നിക്കഴിയുമ്പോ സത്യം മുഴുവനും ചോർത്തിയെടുക്കണം. ഹേയ്, അതൊന്നും ശരിയാവില്ല. അവസാനം ശരിക്കുള്ള പ്രേമമായി പോയാൽ അടിക്ക് ഞാൻ ചേട്ടനാ നോക്കില്ല. ഇതാണ് അച്ചുവേട്ടന്റെ കുഴപ്പം. അച്ചുവേട്ടന്റെ സ്ഥാനത്ത് നജീബായിരുന്നെങ്കിൽ അവളെ വളച്ചൊടിച്ച് സകല സത്യങ്ങളും ചോർത്തിയെടുത്തേലെ. 2 തുടം റൊമാൻസ് എടുത്താ മുഖത്തൊന്ന് പൂശന്റെ അച്ചുവേട്ട. നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരികനെ പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാടടിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് മട്ടം കറങ്ങാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടെന്ന് വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുക. നാളെ കൂടി കഴിഞ്ഞാൽ 3 നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തെങ്ങനെ നോക്കും? அந்த அச்சதும் குட்டியை ஏன் இன்னும் இந்த குடி வச்சிட்டு இருக்கீங்க? பெட்டி எடுத்து வெளியில போடான்னு சொல்ல வேண்டியதானே? അവൻ ഇനി എങ്ങനെ പോകും തോന്നുന്നില്ല. നിർബന്ധിച്ചിറക്കി വിട്ടാലേ അവൻ ചെന്ന് നാട്ടാമ്മയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും. அவன் போன மீனாட்சி கழுத்துல உங்க பையன் தாலி கட்டணும். அது உங்களுக்கு பிடிக்காது. அதனால தானே இப்படி சொல்றீங்க. അതേടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലയെ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ஆஹா, பாத்தீங்களா? இப்படி நினைச்சிட்டு இருக்கும்போது இந்த வீட்ல எப்படி ஒரு நல்ல காரியம் நடக்கும்? അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കടി. ஆஹா, ஏன் தம்பி அப்படி மாலை கட்டுறவன் கிடையாது. ആഹാ, അത് ശരി. അപ്പൊ എന്റെ മോൻ എന്താ മാനം കെട്ടവനാണ് ചക്കാളത്തി? നീയാടി ചക്കാളത്തി. ആര് കെട്ടിയില്ലെങ്കിൽ അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ്മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ടാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. പോയി കിടന്ന് ഉറങ്ങലുണ്ട്. എന്റെ ഏകാംബരം നാഥ. എന്റെ ഭഗവാനെ, നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ. എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ ആണ്ടവാ. നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ 7-ാം നാൾ പൂർത്തിയാകും. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാത്തിമത്ത പറഞ്ഞതുപോലെ അച്ചുവേട്ടന്റെ കയ്യിൽ നിന്ന് പുടവ മേടിക്കാൻ പടച്ചോന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ പേരായിരിക്കും. പിന്നെ പടച്ചോനാരാ പോസ്റ്റ്മാൻ വേലായതിനാ കെട്ടിക്കാറായ പെമ്പിള്ളേരുടെയൊക്കെ പേരെഴുതിയ ഡയറിയും കൊണ്ട് നടക്കാൻ? ഇനി ഇങ്ങനെ വാശി പിടിക്കണോ? നിനക്കെന്താടാ ഒരിളക്കം? ആ പാപ്പാത്തിയെ കണ്ടോണ്ട് മനസ്സിൽ എന്തെങ്കിലും വേണ്ടാതീനം കരുതിയിട്ടുണ്ടെങ്കിൽ പാപ്പാത്തിയെ കുറിച്ചൊന്നും പറയരുത്. സത്യം പറഞ്ഞ ഞാനൊന്ന് അഴിക്കാൻ വേണ്ടി അവൾ എത്ര ദിവസമായി പറയുമ്പോ കറുപ്പെടുത്തും നടക്കാൻ തുടങ്ങിയിട്ട് അച്ചുവേട്ടനെ മാത്രം ഓർത്തിട്ടാ ഞാനത് അഴിക്കാതെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നടക്കണത്. എങ്ങനെ കറുപ്പെടുത്ത്? പിന്നല്ലാതെ അത് അഴിച്ചാലല്ലേ അവൾക്ക് നാട്ടാമക്ക് പരാതി കൊടുത്ത് എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ പറ്റുള്ളൂ. എടാ പോത്തെ, തമിഴിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്രം എന്നാണ് അർത്ഥം. ചരിത്രവും കോപ്പൊന്നുമല്ല. എടാ, ഈ പെണ്ണുങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നില്ലേ, അത് അതഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്റെ അമ്മോ, അപ്പൊ അച്ചുവേട്ട ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആ പെണ്ണ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണത്. സത്യത്തിൽ അച്ചുവേട്ടൻ അത് അഴിച്ചോ? ഒറ്റ തൊഴി വെച്ച് തന്നോണ്ടല്ലോ. അല്ല, അന്ന് കട്ടില് വീണപ്പോ അറിയാതെ എങ്ങനെ അഴിഞ്ഞു പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല, അങ്ങനെ അഴിച്ചിട്ടില്ലെങ്കിൽ അവളെ വെറുതെ വിട്ടാ പറ്റില്ല, പകരം വീട്ടണം. പകരം വീട്ടാനോ? അതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂടെ പൊറപ്പിച്ച് പകരം വീട്ടണം. എന്തോ അല്ല, പകരത്തിന് പകരം വീട്ടാനുള്ള വഴി പറഞ്ഞു തന്നതാ. നിന്റെ വഴി ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടാൻ തീരുമാനിച്ചു. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് വേണോ എനിക്ക് കുളിച്ച് കയറാൻ? പിന്നെ അല്ലാതെ ഇവിടം വിട്ട് ഓടാമെന്ന് വിചാരിച്ച ഈ കാഞ്ചീപുരം ബോർഡർ കടക്കാൻ നിങ്ങളുടെ നാട്ടാമേ നാട്ടുകാർ സമ്മതിക്കൂ? അപ്പൊ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ നീ പോവൂ? എപ്പ പോയി എന്ന് ചോദിച്ചാ മതി. പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം. ഒരു പെണ്ണിന്റെ മാനം കെടുത്തി എന്നുള്ള ചീത്തപ്പേര് മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാ നജീബിനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു നിൽക്കും? സ്വന്തം അളിയനോട് പറയേണ്ട സമാധാനത്തെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്.
സ്വന്തം അച്ഛനായിട്ട് എനിക്കിട്ട് വെച്ച പാര കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി വഴിപാടും കഴിച്ചു കിടക്കുന്ന എന്നോട് നീ ഒരു സമാനം പറ. എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ സ്വന്തം അനന്തരവളുടെ വക വേറൊരു പാര. അതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് നീയും രക്ഷപ്പെട്ട് എന്നെയും രക്ഷപ്പെടുത്തും സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനി നീയും കൂടി പാര വെച്ചാ ഞാനും എന്റെ 2 കുടുംബങ്ങളും പട്ടുസാരി കെട്ടി തൂങ്ങിച്ചാകേണ്ടി വരും. എന്നെ രക്ഷിക്കണം. ഞാൻ കാല് പിടിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേറെ ഒരു വഴിയില്ല. എന്ത് വേണേലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്റെ വാശി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് 100 പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളുടെ നാട്ടാമയെങ്ങാനും തടയാമെന്ന ആരും തടയില്ല. ഇന്ന് പൈങ്കുനി ഉത്തര മഹോത്സവത്തിന്റെ 7ാം നാളാ. തിരുമൂർത്തി മലക്കോവിലിൽ കാവടി ഉത്സവം. സന്ധ്യയ്ക്ക് നാട്ടാമയും നാട്ടുകാരും എഴുന്നള്ളിപ്പിന്റെ കൂടെ അങ്ങോട്ട് പോകും. രാത്രി ചെവൂച്ച അറിയാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അപ്പൊ രാത്രി കാണാം. என்ன மச்சான் அவ என்ன சொல்லிட்டு போனது? டேய் மச்சான், நம்ம ரட்சப்பட்டாச்சு. எப்படி? நான் அவசான ஒரு நம்பர் போட்டேன். இன்னைக்கு ராத்திரி அவன் தான் ஊரே விட்டுடுவேன். அவனோட தங்கச்சியும் மச்சானும் இங்க இருக்கிறதால அவன் திரும்பி வந்தா வரமாட்டேன். மச்சானும் கீரியும் பாம்பு மாதிரி. இந்த விஷயம் ரகசியமா இருக்கணும், யாருக்கும் தெரியக்கூடாது. உன் தங்கச்சி காமாட்சி கிட்ட கூட சொல்லக்கூடாது. ப்ராமிஸ்? ப்ராமிஸ். முத்துப்பாண்டி, அந்த அச்சுதன்குட்டி இன்னைக்கு ராத்திரி ஊரை விட்டு போக போறான். போனா எந்த காரணத்திலும் அவன் திரும்பி வரக்கூடாது. திரும்பி வர அவ இருக்கக்கூடாது. முத்துப்பாண்டி, கடவுளை பக்கத்துலதான். വേണ്ട അച്ചൂട്ട, ഇറങ്ങണ്ട.